നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ദി സാൽവേഷൻ ആർമിയുടെ 20ാമത് ഡിവിഷണൽ കൺവെൻഷൻ ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്ക്വാർട്ടേഴ്സ് ഗ്രൗണ്ടിൽ ഡിവിഷണൽ കമാൻഡർ മേജർ ജോസ് പി മാത്യു ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണത ദൈവഹിതം നിറവേറ്റുക എന്നതാണ്. വഴിയും സത്യവും ജീവനുമായവനെ മാതൃകയാക്കുക. ഈ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അറിയാതെ യാത്ര ചെയ്യുന്നവരെ ചേർത്ത് പിടിക്കാൻ കഴിയണം. സഭ സമൂഹത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ മുന്നണിയിൽ കാണപ്പെടണം. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നാം നയിക്കേണ്ടതാണ്. സഭ പകർന്നു നൽകേണ്ടത് സ്നേഹം, സമാധാനം, സന്തോഷം, സാഹോദര്യം എന്നിവയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മേജർ ജി ലൂക്കോസ് ആണ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത്. തിരുവനന്തപുരം അരുവിപ്പുറം ESI ചർച്ച് റവറന്റ് വൈ ലാലു ചടങ്ങിൽ വചന ശുശ്രൂഷ നിർവഹിച്ചു. കൺവെൻഷൻ കൺവീനേഴ്സ് ശ്രീ ബിജു തേമ്പക്കാട്ട്, ശ്രീ സെൽവാനന്ദ മുട്ര എന്നിവർ പ്രസംഗിച്ചു. വഴിയായിട്ടുള്ള ക്രിസ്തുവിനെ ശരിയായി അനുഗമിക്കുവാൻ പഠിപ്പിക്കുന്ന കഴിയുന്നതാക്കിയ ഒരു വിശ്വാസിയെ തീർക്കുക എന്നുള്ളത് പ്രകാരമുള്ള കൂട്ടായ്മകളുടെ അടിസ്ഥാനമാണ്. സഭ എന്ന് പറയുന്നത്, സഭയുടെ അനേക ധർമ്മങ്ങളുണ്ട്. അതിലൊന്ന് സമൂഹത്തിൻ്റെ പുനർനിർമ്മാണമാണ്. സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന കർത്തവ്യങ്ങളിലൊന്നാണ്. നാം ഒരു സമൂഹ ജീവി എന്ന നിലയിൽ നാം ഉൾപ്പെടുന്ന സമൂഹത്തെ പുനർനിർമ്മിക്കേണ്ട കടമയും നമുക്കുണ്ട്. സഭയുടെ ധർമ്മവും അതാണ്. ഒരു വിശ്വാസി സമൂഹത്തിൽ കർത്താവിനെ പകർന്ന് കൊടുക്കുന്നവർ ആയിത്തീരേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം നാം വായിക്കുമ്പോൾ, the word became human being and filled with grace and truth and lived among us എന്ന് നാം വായിക്കുന്നു. കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി വചനം അത് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വചനം ഓർപ്പിക്കുന്നു. ഈ വചനം നമ്മിൽ വസിക്കുന്നതാണ് ശരിയായിട്ടുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തു കർത്താവ് നമ്മിൽ വസിക്കണം. രാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വലിയൊരു രക്ഷാമാർഗമാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഈ കർത്തവ്യ നിർവഹണത്തിൽ ഈ നാളുകളിൽ, അല്ലെങ്കിൽ നിസ്തുല്യനായ യേശുക്രിസ്തുവിന്റെ ആ വലിയ വേല ഏറ്റെടുക്കുവാനായിട്ട് നാം പ്രേരിതരാകുമ്പോൾ നമ്മെ പ്രേരിപ്പിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. ഒരുപക്ഷെ ഈ കൺവെൻഷൻ സാൽവേഷൻ ആർമി കൊട്ടാരക്കര ഡിവിഷന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുമ്പോൾ 20 വർഷം പിന്നിടുന്ന ഈ കൺവെൻഷന്റെ ചേതോവികാരം എന്ന് പറയുന്നത്, നാം ഈ ദേശത്തോട് കർത്താവിന്റെ വലിയ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ചില ആളുകളൊക്കെ ഒരുപക്ഷെ ചിന്തിക്കും, എന്തിനാണ് ഇത്രയും ധനമൊക്കെ ചിലവിട്ട് ഇങ്ങനെ ഒരു കൂടിവരവ്? കർത്താവിന്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, കർത്താവിന്റെ കൃപ പ്രാപിച്ചിട്ടുള്ള ഒരു ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചിന്ത വരുന്നില്ല. പക്ഷേ അപൂർവമായിട്ട് ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിക്കും, ഇതിന്റെ ആവശ്യമുണ്ടോ? കൊട്ടാരക്കര ഡിവിഷന്റെ ഈ ദൗത്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു നിസ്തുല്യനാണ്. നമ്മളിങ്ങനെ പാടാറുണ്ട്, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോൾ ആരാധ്യൻ ആരുമില്ല. ഹല്ലേലൂയ.